ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ തന്നെ കിച്ചണിലെ പണികളൊക്കെ ഈസിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇന്നലെ തന്നെ അതായത് ഞാൻ സാറ്റർഡേ സൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. സാറ്റർഡേ ആണ് ഞാൻ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ സാറ്റർഡേ തന്നെ വൈകുന്നേരം ചെയ്ത് വെച്ചു. പിന്നെ പിറ്റേ ദിവസം സൺഡേ വൈകുന്നേരമാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ 2 ദിവസം കൊണ്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ വാങ്ങിച്ച വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതേപോലെ വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ച ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതേപോലെ ഒരു തുണിയിൽ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെള്ളം വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ മക്കൾ ഇരുന്ന് നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് അവരുടെയിലേക്ക് കൊടുത്താൽ ഇതും കൂടി നന്നാക്കി തരും. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ ഇതുപോലെ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു 1.5 ആഴ്ച നമുക്ക് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഓരോ ഐറ്റംസ് തരംതിരിച്ച് ടിന്നുകളാക്കി വെക്കാണ്. അപ്പോൾ ബീൻസിൻ്റെ നാര് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക ആണെങ്കിലും നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷമാണ് വെച്ചിട്ടുള്ളത്. ക്യാരറ്റ് സ്പ്രിംഗ് ഓണിയനും കൂടി ഞാൻ ഒരു ടിന്നിലാക്കിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ സമയത്ത് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് ഈ 2-3 ക്യാരറ്റ് ഇതിന് മുമ്പ് വാങ്ങിച്ചിരുന്ന ഫ്രിഡ്ജിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് സാമ്പാറിലേക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്കും കൂടി ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ അത് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ ഹാഫ് ഞാൻ മോരുകറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഹാഫാണ് എടുത്തിട്ടുള്ളത്. അധികം കഷ്ണങ്ങളൊന്നും ഞാൻ സാമ്പാറിലേക്ക് ചേർക്കാറില്ല. 2-3 ഐറ്റം മാത്രമേ ചേർക്കാറുള്ളൂ. അല്ലെങ്കിൽ ക്യാരറ്റും വെണ്ടയ്ക്കയും മാത്രമായിട്ട് ഞാൻ വെക്കലുണ്ട്. അധികം ഉള്ളി ഇട്ടതിന് ശേഷം അങ്ങനെ സാമ്പാർ വെക്കും കേട്ടോ. അപ്പോൾ അധികം ഉള്ളി ഇട്ട് കഴിയുമ്പോൾ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ 3-4 വെണ്ടയ്ക്കയും 2-3 പച്ചമുളക് വെച്ച് കൊടുത്തിട്ടുണ്ട്. തക്കാളി വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെക്കുന്നില്ല. ആ സമയത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള കഷ്ണങ്ങളാണ് എടുത്ത് വെക്കുന്നത്. ക്യാരറ്റ്, ബീൻസ്, പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ചോപ്പ് ചെയ്തിട്ടില്ല. ആ സമയത്ത് ചോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ക്യാപ്സിക്കം ഇതേപോലെ അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഞാൻ ക്യാരറ്റിൻ്റെ കൂടെ നേരത്തെ വെച്ചിട്ടുണ്ടായല്ലോ. ആ സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെലറിയൊക്കെ ചോപ്പ് ചെയ്തത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ബീട്രൂട്ട് ഞാൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ തോരനോ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയും ഇതേപോലെ ടിന്നുകളിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ടിഷ്യൂ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചീത്തയാവില്ല. അപ്പോൾ ഇത് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് കിട്ടിയതായിരുന്നു. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയും ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു ടിന്നിലാക്കി അതും വെച്ചിട്ടുണ്ട്. കറിവേപ്പില 2 ടിന്നിലാക്കിയത് ഒറ്റ ടിന്നിലാക്കി അതും ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ആക്കിയെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഇനിയിപ്പോൾ ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം സാധനങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കത് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഇത് ഞാൻ പിറ്റേ ദിവസം, അതായത് സൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കടല, ഗ്രീൻ പീസ്, വൻപയർ, അതായത് വെള്ളപ്പയറില്ലേ, അതൊക്കെ ഒന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. സാധാരണ നമ്മൾ വേവിക്കും പോലെ കടല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്, അതുപോലെ ഗ്രീൻ പീസും അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. പിന്നെ വെള്ളപ്പയർ പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മൂന്നും ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള പണികൾ ചെയ്യാം. ഇനിയിപ്പോൾ തേങ്ങ കുറച്ച് റെഡിയാക്കി വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇതേപോലെ കൊത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം മിക്സിയിട്ട് അടിച്ചെടുക്കും. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇതേപോലെ കൊത്തി എടുത്തിട്ട് മിക്സിയിട്ട് അടിച്ച് അങ്ങനെ എടുക്കും. കുറച്ച് തേങ്ങ ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാനാണ്. കടലക്കറിക്ക് ഞാൻ തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, 2 ഏലക്കായ, 2-3 പട്ട, 4 കഷ്ണം ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ടിന്നുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഇതിപ്പോൾ ഏകദേശം ഒരു 3 കടലക്കറിക്കുള്ള തേങ്ങയുണ്ട് കേട്ടോ. ഇനി കുറച്ച് മസാല പൊടിച്ച് വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഏലക്കായ, കുരുമുളക്, ഗ്രാമ്പൂ, തക്കോലം, പട്ട, പെരിഞ്ജീരകം ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് ചേർത്താണ് മസാല പൊടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് മസാലയും കൂടി ഒന്ന് പൊടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് മസാലയുടെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ടാവും. ഞാൻ കുറച്ച് കട്ട്ലറ്റിനും കൂടി വേണ്ടിയിട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതേപോലെ കട്ട്ലറ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഫ്രീസറിൽ വെക്കും. അപ്പോൾ മക്കൾ ഈവനിങ്ങിൽ വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ.
അപ്പോൾ നമ്മുടെ വറുത്ത തേങ്ങയുടെയൊക്കെ ചൂടാറിയിട്ടുണ്ട്. അതൊന്ന് ടിന്നിലാക്കി ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണേ. അപ്പോൾ ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത്. കറണ്ട് പോയാലും പെട്ടെന്ന് ചീത്തയായി പോയില്ലല്ലോ. പൊട്ടറ്റോ വെന്ത് വന്നിട്ട് ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും പിന്നെ ഇഞ്ചി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ കട്ട്ലറ്റിലേക്ക് ചേർക്കാറില്ല. ഇനി നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് വെക്കാനുണ്ട്. അതുപോലെ തന്നെ മുളകൊന്ന് ക്രഷ് ചെയ്ത് വെക്കണം. മസാല ചൂടാക്കിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് പൊടിച്ച് വെക്കാം. അങ്ങനെ അതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കട്ട്ലറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പൊട്ടറ്റോ തണുത്ത് വന്നിട്ടുണ്ട്, അതൊന്ന് ഇതേപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് ചോപ്പ് ചെയ്തിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പിജിൻ്റെ ചോപ്പറാണ് കേട്ടോ. ഇത് പലരും ചോദിക്കാറുണ്ട് ഏത് കമ്പനിയാണ്, എൻ്റെ ലിങ്ക് തരുമെന്നൊക്കെ പലരും ചോദിക്കലുണ്ട്. അപ്പോൾ ഇത് പിജിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നല്ല അടിപൊളി ചോപ്പർ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ കുറേ നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചി, 2-3 പച്ചമുളക്, കറിവേപ്പില, കുറച്ച് പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സവാളയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലപോലെ സവാള വഴന്ന് കിട്ടണ്ട കേട്ടോ. നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ജസ്റ്റ് ഒന്ന് വഴന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫൊന്ന് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. പിന്നെ പൊട്ടറ്റോ സ്മാഷ് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച്, അതായത് 2 കിലോ മാങ്ങ വാങ്ങിച്ചിട്ട് അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രിയാണ് കേട്ടോ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ജാറുകളിലാക്കിയിട്ട് ഒന്ന് വെക്കുകയാണ്. പിന്നെ കടല, വൻപയർ, ഗ്രീൻ പീസ് ഇതൊക്കെ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ടിന്നുകളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അല്പം ചൂടോടെ ഉണ്ട്. അപ്പോൾ അത് മാറിയിട്ട് വേണം ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കട്ട്ലറ്റിൻ്റെ മിക്സൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ടിന്നുകളിലേക്ക് മാറ്റി വെക്കാണ് കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ടിന്നുകളിലാക്കി വെക്കുന്നത്. ഇതുപോലെ ഇടയിൽ ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഫ്രൈ ചെയ്യുന്നതിന് 1 മണിക്കൂർ മുൻപ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.